ഹായ്. നമ്മൾ പുതിന ഞാൻ അങ്ങനെ കടയിൽ നിന്ന് മേടിക്കാറില്ല. പക്ഷേ ഞാൻ നടാൻ വേണ്ടി കുറച്ച് പുതിന കടയിൽ നിന്ന് മേടിച്ചു. അതെങ്ങനെ നട്ടെന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ 2 രീതിയിലും പരീക്ഷിച്ചു നടുന്ന രീതിയിൽ. അതിലൊരു രീതി നല്ല രീതിയിൽ സക്സസ് ആയി. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അങ്ങനെ ചെയ്തെങ്കിലേ അതിന് റിസൾട്ട് ഉണ്ടാവും. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പുതിന പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് മേടിച്ച് കഴിക്കാതിരിക്കുന്നത് നല്ല വിഷമൊക്കെ ചേർത്താണ് വരുന്നത്. അപ്പം ഞാനിങ്ങനെ ചെയ്തു കൊടുത്തു. ആദ്യമേ ചെയ്തത് മണ്ണിൽ കുറച്ച് വളമൊക്കെ ഉള്ള മണ്ണായിരുന്നു. കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് നശിച്ചു. അതേ കുറച്ച് തണ്ടെടുത്ത് ഞാൻ ഒരു തണ്ടിൽ ചുവട്ടിൽ ഭാഗത്ത് റബ്ബറിട്ട് വെള്ളത്തിൽ ആ റബ്ബർ നിൽക്കുന്ന ഭാഗം വരെ വെള്ളം താഴ്ത്തി വെച്ച് ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ മുള വന്നു. നല്ല രീതിയിൽ ലീഫ് വരുന്നുണ്ട്. പിന്നീട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ വേര് വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാനതെടുത്ത് അതിലാവശ്യമില്ലാത്ത കുറച്ച് അഴുകിപ്പോയ സ്റ്റെമ്പുകളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞതിന് ശേഷം വേരുള്ള ഭാഗം മാത്രം എടുത്ത് കുറച്ച് മണ്ണിൽ നമ്മളൊരു പ്രത്യേകതയുണ്ട്. ചിലപ്പം വളമുള്ള മണ്ണിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളം കുറഞ്ഞ മണ്ണിൽ കുറച്ച് വളമുള്ള മണ്ണാണെങ്കിൽ കുറച്ച് ചകിരിച്ചോറ് മാത്രം ഇട്ട് കൊടുത്ത് വെറും വളമില്ലാത്ത മണ്ണും കൂടി മിക്സ് ചെയ്ത് അതിൽ വെച്ച് കൊടുത്ത് അങ്ങനെ വെള്ളം ഒഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് നല്ല രീതിയിൽ അത് പടർന്ന് കിളിച്ചു. പിന്നീട് ഞാൻ സ്ലറി രൂപത്തിൽ വളം കൊടുക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും നമുക്ക് പുതിന സക്സസ് ആയി എടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.